അല്പസമയം കർത്താവിൻ്റെ തിരുവചന ധ്യാനത്തിനു വേണ്ടി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let us turn our attention to meditate the word of God. Let away from all the distractions and the disturbance, anxious, anxiety, depression, if anything you have it, let it go out today in the name of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളെ അലട്ടുന്ന എല്ലാ ചിന്തകളും ഭാരങ്ങളും ഒറ്റപ്പെടലുമൊക്കെയും മാറി നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കാൻ ദൈവാത്മാവെ എനിക്കിടയാക്കണമേ എന്ന് നാം ദൈവസനിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ തക്കവണ്ണം ഐ എൻകറേജ് യു. പ്രൈസ് ഗാഡ്. കർത്താവിൻ്റെ തിരുവചന ധ്യാനത്തിനു വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24, book of John chapter 5 verse 24 is saying that, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതിൻ്റെ 23-ാമത്തെ വാക്യം മേളിൽ വായിക്കുമ്പോൾ, പുത്രനെ ബഹുമാനിക്കാത്തവൻ, ദൈവത്തിന് സ്തോത്രം, പുത്രനെ ബഹുമാനിക്കാത്തവൻ പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല. അതിൻ്റെ താഴത്തെ വാക്യമാണ് നമ്മൾ പ്രാരംഭമായിട്ട് പറഞ്ഞത്. ട്രൂവിലി ട്രൂവിലി ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, നോ ചേഞ്ച് അറ്റ് ഓൾ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ ഉണ്ട്. നാം കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വചനം നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്, നിനക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ചോദ്യം, അങ്ങനെയുണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിത്യജീവനായല്ലോ. അപ്പോൾ അതോടുകൂടി എവരിതിങ് ഈസ് ഫുൾഫിൽ. അപ്പോൾ ആരോട് ചോദിച്ചാലും പറയും, ഐ ബിലീവ് ഇൻ ഗാഡ് ഇൻ മെനി റീസൺ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പം ചോദ്യം, അങ്ങനെയെങ്കിൽ അവർക്ക് നിത്യജീവനിൽ പ്രവേശിക്കുവാൻ പറ്റുകയില്ലേ? വചനം നാം കുറച്ചുകൂടെ പഠിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം സ്വർഗരാജ്യം ലഭിക്കുകയില്ല, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും വേണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പ്രൈസ് ഗാഡ്. 10ാം ക്ലാസ്സിൽ 10th ഹല്ലേലൂയ ഇരുന്നത് കൊണ്ട്, കയറിയത് കൊണ്ട് 10ാം ക്ലാസ് ജയിക്കില്ല. യു ഹാവ് ടു ഗോ ത്രൂ ദ എക്സാം. ആ പരീക്ഷയിൽ കൂടെ കടന്നുപോയി നിനക്ക് വാങ്ങിക്കേണ്ടിയാൽ ഗ്രേഡ് ലഭിക്കാതെ 10th ഓവർകം ചെയ്യാൻ പറ്റില്ല, 10th പാസ്സാകാൻ പറ്റില്ല. പ്രൈസ് ഗാഡ്. എന്ന് പറയുന്നത് പോലെ 23-ാം വാക്യം അവിടെ വളരെ ക്ലിയറായിട്ട് പറയുന്നത്, പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ചവനെ എങ്ങനെ ബഹുമാനിക്കുമെന്നല്ലേ വേറൊരു രീതിയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വചനം പറയുന്നത്, ഒന്ന്, ക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം, 2, അത് അനുസരിക്കണം, എങ്കിൽ മാത്രമേ അവനിൽ നിത്യജീവൻ ഉണ്ടാകുകയുള്ളൂ. പ്രൈസ് ഗാഡ്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? എൻ്റെ വചനം കേട്ട് വിശ്വസിക്കണം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഒരു വാക്കും കൂടെ നമുക്ക് വായിക്കാം. ജോൺ 3:36 ഒന്ന് വായിക്കാമോ? 3-ാം അധ്യായത്തിൻ്റെ അവിടെ പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വസിക്കുന്നതുകൊണ്ടേ ഉള്ളൂ. പ്രൈസ് ഗാഡ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ, നമ്മൾ അനുസരിക്കുന്നത് എങ്ങനെയാണ്?
ഹൗ വി ഗോയിങ് ടു ഒബീഡിയൻസ് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുന്നതാണ് അനുസരണം എന്ന് പറയുന്നത്, അല്ലേ? അത് കേൾക്കാതെ എനിക്കിഷ്ടമാണ് ആളിനെ, ഐ ലൈക്ക് ഹിം, ഐ ലവ് ഹിം, എനിക്ക് ഒത്തിരി നല്ലതാ, എന്നെ ഒത്തിരി സഹായിച്ചിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, അത് നടക്കില്ല. ഇവിടെ പറയുന്നത് ഈ ദൈവത്തെ, പുത്രനെ അനുസരിക്കുകയും, സ്തോത്രം, ഹല്ലേലൂയ, നിത്യജീവൻ ദൈവത്തിൽ ഒന്ന് പുത്രനിൽ വിശ്വസിക്കണം, രണ്ട് പുത്രനെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ഗാഡ്. ഇനി ജോൺ 14:14-24 എന്താ പറയുന്നറിയാമോ? എന്നെ സ്നേഹിക്കുന്ന, യെസ്, അപ്പം ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ദൈവത്തിൻ്റെ വചനം, യു ഫോളോ ദ വേർഡ് ഓഫ് ഗാഡ്, ഒബേ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനം എന്താണോ അത് അനുസരിച്ചെങ്കിൽ മാത്രമേ നിത്യജീവന് നമുക്ക് അവകാശിയാകുവാൻ പറ്റുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. He who does not love me does not keep my words. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി അതും പ്രകാരം അനുസരിച്ചെങ്കിൽ മാത്രമേ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് ജീസസ് എന്ന് പറയണമെങ്കിൽ വി ഷുഡ് ഒബൈ, ഒബീഡിയൻസ് മൈൻഡ് ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മേൽ. ഹല്ലേലൂയ. ലൂക്കോസ് 18-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം അവിടെ പറയുന്നു. ലൂക്ക് 18:29. പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു. പത്രോസ് ചോദിച്ചത് മറ്റൊന്നുമല്ല, ഞങ്ങള് എല്ലാം ഞാൻ വിട്ട്, ദൈവത്തിന് സ്തോത്രം, ഇന്നും ദൈവമുൻപാകെ ആയിരിക്കുന്ന ധാരാളം ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞങ്ങൾക്ക് പണ്ട് ഇസ്രയേലിയർ പറഞ്ഞ പോലെ ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു, ഭയങ്കര പരിപാടിയാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥ പോലെ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം എല്ലാം വിട്ടുകളഞ്ഞിട്ട് ആ ഏതോ ഒരു നിമിഷം പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ എൻ്റെ ജീവിതം തുടർന്നുള്ള ആയുസ് ഞാൻ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആ ദിവസങ്ങളെ, ഹല്ലേലൂയ, നാം മറന്നു കളഞ്ഞിട്ട്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആ ദിവസങ്ങളൊക്കെയും സാഹചര്യങ്ങൾ മൂലം മാറ്റപ്പെട്ടു പോയി. എന്നാൽ ചിലർ അതിൽ പിടിച്ചു നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാം വിട്ടു, സ്വന്തമായിട്ട് ഇനിയും ഒന്നുമില്ല, ആൻഡ് വി ഫോളോഡ് യു. ഞങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? എല്ലാം വിട്ടു നിന്നെ അനുഭവിച്ചു, ഈ വന്നിട്ട് എന്തോ പ്രയോജനം ഉണ്ടായി? അപ്പം ദൈവം, കർത്താവായ യേശു ക്രിസ്തു അതിന് കൊടുക്കുന്ന ഒരു ഉത്തരവാണ്. യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം നിന്റെ വീട്, നിന്റെ ഭാര്യ, സഹോദരന്മാര്, അമ്മയപ്പന്മാര്, മക്കള്, ഇവരെ ആരെങ്കിലും നീ വിട്ടുകളയാന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. ഇവരെ എല്ലാം അങ്ങ് വിട്ടുകളഞ്ഞിട്ട്, ഇത് ചിലർ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ഭാഗം ഇതാണ്. അവർ പറയുന്നത്, നിങ്ങളിങ്ങ് പോരണം, എല്ലാം വിട്ടുകളഞ്ഞിട്ട് ഇവിടെ വന്ന് പാർക്കണം, അതാണ് നിങ്ങൾ മണവാട്ടി. അങ്ങനെയല്ല ദൈവമക്കളെ, ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെയല്ല, അത് ടോട്ടലി വ്യത്യാസമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരെയും വിട്ടുകളഞ്ഞ് പ്രത്യേക ഒരു സ്ഥലത്ത് പോയി താമസിച്ച് വേറൊരു പ്രത്യേക ജീവിതം നയിക്കുവാൻ വചനം അനുശാസിക്കുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പറയുന്നു വചനം മറ്റൊരു ഭാഗത്ത് പറയുന്നു, നിൻ്റെ അപ്പനെയും അമ്മയും നീ ബഹുമാനിക്കണം, നീ ദീർഘായുസ്സോടെ ഇരിപ്പാൻ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, വാക്കുകൾ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിനക്ക് എൻ്റെ അടുക്കിലേക്കും എൻ്റെ വചനത്തിലേക്കും മടങ്ങി വരാതിരിപ്പാൻ തക്കോണം തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അതിനെ, ഹല്ലേലൂയ, പ്രയോറിറ്റി കൊടുക്കാതെ നീ എന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് നീ എന്നിലായിരുന്നു കഴിഞ്ഞാൽ നിനക്കിവിടെയും, ഹല്ലേലൂയ, സന്തോഷവും സമാധാനവും ഉണ്ട്. അതുപോലെ തന്നെ ഒരു നിത്യജീവൻ നിനക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ഗാഡ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വിട്ടിട്ടേ ഏതെങ്കിലും ഒന്ന് മുറുകെ പറ്റാൻ പറ്റുകയുള്ളൂ. ദൈവമക്കളെ, പലപ്പോഴും നമുക്ക് നമ്മുടെ പേരൻസ്, സഹോദരന്മാർ,
നെയ്ബർ, കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, ഭാര്യ, ഭർത്താവ്, ആത്മീയ ജീവിതത്തിന് പലപ്പോഴും നമ്മുടെ ആ കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കണമെന്നില്ല. എന്നാൽ ഒരു ദൈവീക കാര്യം നാം ആ വിഷയത്തിൽ ഓർക്കണം. നമ്മുടെ കൂട്ടാളികൾ ആരാണോ, ഹൂവർ ഇറ്റ് മേ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരാകട്ടെ, വൺ ഡേ ദേ വിൽ പാസ് ദ വേ. ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചുരുക്കമായ വർഷം മാത്രം അവരെ നമ്മൾ ശാരീരികമായി അറിയുന്നു, അവരിൽ നിന്നുള്ള സ്നേഹം എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു എന്നതിലപ്പുറം ഈ ഭർത്താവിനോ ഭാര്യയ്ക്കോ അപ്പനോ അമ്മയ്ക്കോ വീടുകൾക്കോ യാതൊന്നും ഹല്ലേലൂയ നമ്മുടെ നിത്യജീവനെ തരുവാൻ സാധിക്കയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നാം ഒന്ന് ചിന്തിക്കണേ, എനിക്ക് ഏതാകണമെങ്കിൽ വലുതാ? പ്രൈസ് ഗാഡ്. ഞാൻ വലിയ രീതിയിൽ ജീവിച്ചു, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും താണ രീതിയിൽ ജീവിച്ചു, ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ജീവിച്ചു, ഇല്ലെങ്കിൽ ഞാൻ ഏറ്റവും ടോപ്പ് ലെവലിൽ ഹല്ലേലൂയ ഞാൻ ജീവിച്ചു. പക്ഷെ ഒരു ദിവസം ഈ മണ്ണോട് ചേരുന്ന ഒരു ദിവസമുണ്ട്. അതുവരെയും നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചു, എല്ലാവരെയും ആനന്ദിപ്പിച്ചു, അവരവരെ ഓണർ ചെയ്തും നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കാൻ വയ്യാത്ത ഒരു ജീവിതമാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കല്ലറ വരെ ഉള്ളൂ ഈ സ്നേഹിച്ചവരൊക്കെ. അത് കഴിഞ്ഞിട്ട് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് ന്യായം വിധിക്കുന്നത് ഈ കർത്താവിൻ്റെ വചനം വെച്ചുകൊണ്ടാണെങ്കിൽ, ഹല്ലേലൂയ, അതിൽ വിശ്വസിക്കാതിരുന്നു കഴിഞ്ഞാൽ നാം പോകുന്നത് നിത്യജീവനിലാണോ അതോ നിത്യനാശത്തിലാണോ? രണ്ട് എറ്റേണൽ ലൈഫ് നമുക്കുണ്ട്, അല്ലേ? രണ്ട് നിത്യജീവിതം നമുക്കുണ്ട്. ഒന്ന് ആഫ്റ്റർ ഡെത്തിന് ശേഷമുള്ള കാര്യമാണ്. ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ആകെ ഒരു ലൈഫേ ഉള്ളൂ. അതിനാ പറയുന്നത് ലൈഫ് ഈസ് ഷോർട്ട്, എൻജോയ് യുവർ സെൽഫ്. പ്രൈസ് ഗാഡ്. പക്ഷേ ഈ എൻജോയ് ചെയ്യുന്നത് ലോക മനുഷ്യനാണ്. എന്നാൽ ദൈവമക്കൾക്കും എൻജോയ് ചെയ്യാം. അത് ദൈവികമായിരിക്കണം. ദൈവവചനത്തിന് അപ്പുറത്തോട്ട് പോകാതെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിനക്ക് ശിഷ്ടമുള്ള സമാധാനവും ശിഷ്ടമുള്ള ആയുസ്സും നീ സന്തോഷിക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പ്രൈസ് ഗാഡ്. ചിരിക്കേണ്ട അടുത്ത് ചിരിക്കണം, കൊടുക്കേണ്ടത് കൊടുക്കണം, വാങ്ങേണ്ടത് വാങ്ങണം, കഴിക്കേണ്ടത് കഴിക്കണം. ദൈവത്തിന് മഹത്വം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഹല്ലേലൂയ ബ്രേക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഒന്നുമാകരുതെന്ന് മാത്രം. ദൈവത്തിന് മഹത്വം. ഇവിടെ പറയുന്നത് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കുവാൻ തക്കവണ്ണം നിനക്കിടയാകുമെന്നർത്ഥം. എന്തോ ചെയ്താൽ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്താൽ. ഇല്ല എങ്കിൽ അത് ലഭിക്കുകയില്ല എന്നാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം പത്രോസിൻ്റെ ചോദ്യത്തിന് കർത്താവ് വ്യക്തമായ സ്തോത്രം ഒരു മറുപടി കൊടുക്കുന്നു. 30-ാം വാക്യം ഒന്ന് വായിക്കാമോ? 30. ഈ ലോകത്തിൽ അല്ല, വരുവാനുള്ള നിത്യ ജീവനെയും ലഭിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമുക്കൊരു ഭാഗം കൂടെ ചിന്തിക്കാം. ഹല്ലേലൂയ. ഞാൻ ഇന്നത് ചിന്തിപ്പാൻ തക്കോണം എബി അത് ടച്ച് ചെയ്ത് പോയി. ശമര്യക്കാരിയായ സ്ത്രീയുടെ വിഷയം, ശമരിട്ടൻ വുമൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ 12-ാം വാക്യം, അവിടെ 11-ാം വാക്യം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരു സ്ത്രീയായിരുന്നു ശമരിയക്കാരി സ്ത്രീ, ശമരിട്ടൻ ഹല്ലേലൂയ വുമൻ. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി വിഷയങ്ങൾ സംസാരിച്ചു. അന്യോന്യം പരിചയപ്പെടുവാനും പരിചയപ്പെടുത്തുവാനും ആഗ്രഹിച്ചു. ശിഷ്യന്മാർ ഹല്ലേലൂയ അവർ സ്വല്പം മാറി, ഹല്ലേലൂയ അവർ പോയ ആ സമയം നോക്കി ഹല്ലേലൂയ ക്രിസ്തേശു തന്നെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നശിച്ചു പോകുന്ന ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഹിതം തോന്നിയിട്ട് ഇവൻ മൂലം അത് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം അവളോട് സംസാരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. എന്നാൽ ആ സഹോദരിക്ക്, ആ ശമരിട്ടൻ സ്ത്രീക്ക് വളരെ ചോദ്യങ്ങൾ ഉണ്ടായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 11-ാം വാക്യം അതിലേക്ക് പറയുന്നത് സ്ത്രീയുടെ ക്വസ്റ്റ്യനാ. അപ്പം ചോദിച്ചതിൻ്റെ സാരാംശം നമുക്കറിയാം, അതിൻ്റെ കണ്ടന്റ് നമുക്കറിയാം, എന്തുകൊണ്ടാണ് അതങ്ങനെ ചോദിക്കാൻ കാരണം. അപ്പം
അവൾ പറഞ്ഞ തടസ്സത്തിൽ ഒന്ന്, യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമൊന്നുമില്ല. യു ലുക്ക് ലൈക്ക് എ എംപ്റ്റി ഹാൻഡഡ് പേഴ്സൺ. ഒരു കൈയൊഴിഞ്ഞവനായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ എല്ലാം ഉണ്ട്, കോരുവാൻ പാത്രമുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താ അറിയാമോ? കിണറിന് വെൽ ഈസ് സോ ഡെപ്ത്. ഹല്ലേലൂയ. കിണർ ഒത്തിരി ആഴമുണ്ട്. പിന്നെ നിനക്ക് എവിടുന്നാണ് ഈ വെള്ളം തരുവാൻ പറ്റുന്നത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ദൈവസന്നിധിയിൽ പലപ്പോഴും ചോദിക്കുന്ന തടസ്സങ്ങളിലെ ഹല്ലേലൂയ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാ. ഹല്ലേലൂയ, നിനക്ക് പാത്രമില്ല. ഹല്ലേലൂയ, നീ കിണർ ആഴമുള്ളതാണ്. നിന്റെ വാക്കുകൾക്ക് ഹല്ലേലൂയ ഇതുവരെയും എൻ്റെ ജീവിതത്തിലൊന്നും നിവൃത്തിയായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇല്ലാത്തടത്തു നിന്ന് സകലതും വിളിച്ചു വരുവാൻ, വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കുവാൻ ഹല്ലേലൂയ കഴിവുള്ള ഒരു കർത്താവിനെയാ നാം സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയവനാ. അത് നിന്നപ്പോൾ വിധവയെ കൊണ്ട് പോറ്റിയവനാ. ഹല്ലേലൂയ. സാരാഫാത്തിലെ വെള്ളം കൊണ്ട് അവൻ്റെ ദാഹം ശമിപ്പിച്ചാണെങ്കിൽ ഹല്ലേലൂയ നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി സ്വർഗ്ഗത്തിലെ ദൈവം തരും. നിന്റെ കണ്ണിന്റെ മുൻപിൽ ഹല്ലേലൂയ നീ നോക്കുമ്പോൾ ഹല്ലേലൂയ പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ, തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വാക്കുകൾ നടക്കുവാൻ പലപ്പോഴും അത് സാധ്യമായി തോന്നുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയാനുള്ളത്, മകളെ ഹല്ലേലൂയ, മകനെ, നീ അതല്ല നീ ചിന്തിക്കേണ്ടത്. വാക്കുകൾ കൊണ്ട് ഉളവാക്കുവാൻ കഴിവുള്ളവനാ ഞാനും നീ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രൈസ് യു ഗോഡ്. രണ്ടാമത്തെ ചോദ്യം 12-ാം വാക്യത്തിലുണ്ട്. നീ യാക്കോബിനേക്കാൾ വലിയവനാണോ? ആ സഹോദരിയുടെ മനസ്സിലെ അറിവാകെ അത്രയേ ഉള്ളൂ. അവൾ അന്ന് വരെ കണ്ടിരിക്കുന്നത് ഹി ഈസ് എ സൂപ്പർമാൻ, ഹി ഈസ് ദ ബിഗ് പേഴ്സൺ, ഹി ഈസ് എ വെൽ നോൺ പേഴ്സൺ. യാക്കോബിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. എന്നിട്ട് പറയാണ്, ഇത് യാക്കോബാ കുഴിച്ചു തന്ന ഞങ്ങൾക്ക്. യാക്കോബിൻ്റെ കുടുംബക്കാർക്ക്, അവരുടെ ആടുമാടുകൾക്ക് ഒക്കെ കുടിക്കാനുള്ള ഒരു കിണറാണിത്, വെല്ലാണിത്. അപ്പം നീ യാക്കോബിനെക്കാട്ടിലും വലിയവനാണോ? കാരണം യാക്കോബ് ചെയ്തത് ഇത്രയും വലുതാണെങ്കിൽ യാക്കോബ് ചെയ്തതുപോലെ പിന്നെ ആർക്കും ഇനിയും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഈ സഹോദരിയുടെ മനസ്സിലെ ഇരിപ്പ്. അതിനാ ചോദ്യം ചോദിച്ചത്. ഹോ, നീ യാക്കോബിനെക്കാട്ടിലും വലിയവനാണോ? ദൈവത്തിന് മഹത്വം. അടുത്ത ചോദ്യം എന്താ ചോദിച്ചതറിയാമോ? അതിൻ്റെ 20-ാം വാക്യം. ഹല്ലേലൂയ. 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറയുക, നീ ഒരു പ്രവാചകനാണെന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ആദ്യം അസാധ്യങ്ങൾ മനസ്സിൽ കയറി വന്നു. എങ്ങനെ സാധിക്കും? 2, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയവനായ ശക്തിയുണ്ട്, ഒരു വലിയ വ്യക്തിയുണ്ട്. പക്ഷെ നീ അതിനെക്കാട്ടിലും വലിയവനാണോ? മൂന്നാമത് ചോദിച്ചു, വാക്കുകളൊക്കെ കേട്ടുള്ളൊരു പ്രവാചകൻ്റെ, കാരണം ഇവിടെ ജീവിതത്തിന് ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് ഇവൾ ചോദിച്ചത്, നീ ഒരു പ്രവാചകനാണോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് 20-ാം വാക്യം എന്ന് പറയുന്നറിയാമോ? സ്ത്രീ ആ ആ ആ ആ മൈക്ക് വർക്കാവത്തില്ലേ മോളെ? Praise God. Somebody can help her, please. സ്ത്രീ പറയുന്ന, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിക്കുന്ന മല. അപ്പോൾ അവരുടെ മനസ്സിൽ, ഈ സഹോദരിയുടെ മനസ്സിൽ ഒരു വലിയ വിശ്വാസമുണ്ട്. ഞങ്ങൾ ആ മലയിൽ പോയി, ഗർസീം മല, യെരുശലേമിലുള്ള മലയ, അതിന് ഗർസീം മലയാണത്, മൗണ്ട് ഓഫ് ഗർസീം. ഞങ്ങൾ പിതാക്കന്മാരെല്ലാവരും പോയി അവിടെയാണ് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്നും ആത്മീയ കോളത്തിൽ ചിലർക്ക് പ്രത്യേക ചില ആരാധനാ സ്ഥലങ്ങളുണ്ട്. അവിടെ പോയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ അവരുടെ പാരമ്പര്യപ്രകാരമുള്ള ആരാധനകൾ, പണ്ടത്തെ രീതിയിലുള്ള ആരാധനകൾ, ഹല്ലേലൂയ ഫോർ ഫാദേഴ്സിൻ്റെ ആരാധനകൾ നടക്കണമെങ്കിൽ അതാത് സിറ്റുവേഷനിലും കൾച്ചറിലും ചട്ടക്കൂട്ടിൽ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഈ ഹല്ലേലൂയ ശമരട്ടിനായിരിക്കുന്ന ഈ സ്ത്രീ ചോദിക്കുന്നത്,
പറയുന്നത്, ഞങ്ങൾ പിതാക്കന്മാർ മുതലേ ഞങ്ങൾ ആരാധിച്ചു വരുന്ന ഒരു മലയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അതിൻ്റെ 22-ാം വാക്യം പറയുന്നത്, നിങ്ങൾ, അപ്പം കർത്താവ് കൊടുക്കുന്ന ഒരു വാക്കാണ്, മക്കളെ നിങ്ങൾ എവിടെ വേണേലും നിങ്ങൾ ആരാധിച്ചോ, പക്ഷെ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, മകളെ ഞാൻ നിന്നോടൊരു മർമ്മം പറയാം, നിങ്ങൾ അറിയാത്തതിനെ പോയി നമസ്കരിക്കുന്നു. പ്രൈസ് ഗാഡ്. നിങ്ങൾ അറിയാത്തതിനെ പോയി നമസ്കരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാൾ നമസ്കരിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? അവരൊക്കെ ജീവിച്ചില്ലേ? അതോ അവരെല്ലാ ദിവസവും പട്ടിണിയായിട്ട് ഇങ്ങനെ റോഡിലിറങ്ങി നിൽക്കുമായിരുന്നു? അല്ല. അവരുടെ വീട് കത്തിപ്പോയോ? ഇല്ല. അവരുടെ വണ്ടി പോകുന്ന വഴിക്ക് എന്നും ബ്രേക്ക് ഡൗണും ആക്സിഡൻറ്റും ആമോ? അല്ല. അതെന്തും ആയിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, ഒട്ടകമായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ. അല്ലെ എല്ലാ ദിവസവും കോരുന്ന സമയത്ത് കിണർ പൊട്ടി അതിൻ്റെ ടോയിൻ പൊട്ടി താഴെ വീഴുവാണോ? അല്ല. എല്ലാ ദിവസവും പ്രശ്നങ്ങളാണോ? കാരണം എന്താ? ഞങ്ങൾ ആ അങ്ങേ മലയിൽ പോയി ആരാധിക്കുന്നുണ്ട്, ദൈവം ഞങ്ങളെ ശിക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ടോ? അല്ല. അവരൊരു രീതിയിൽ ആ കാലം വരെ, ആ ഒരു സർട്ടൻ ടൈം വരെ ആരാധിച്ചിരുന്ന സിസ്റ്റം അത് നല്ലതായിരുന്നു. എന്നാൽ ക്രിസ്തയേശുവിൻ്റെ കാലത്തിന് ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി സ്വർഗം തുറന്നുകൊടുത്ത നിത്യജീവനെ കൽപ്പിച്ച നമ്മുടെ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, മക്കളെ നിങ്ങൾ ഇന്നുവരെ അറിയാത്ത ഒരു ആരാധന ഒളിഞ്ഞു കിടപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത് ആത്മീയമാണോ അതോ ഹല്ലേലൂയ ചട്ടപ്രകാരമുള്ള ഒരു ആരാധനയാണോ എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം. ദൈവത്തിന് സ്തോത്രം. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നല്ലയോ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹൂദനായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ അവിടെ നിന്ന് രക്ഷ വരുമെന്ന് ഹല്ലേലൂയ പ്രവാചക പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ദൈവം, അത് എൻ്റെ കർത്താവ്, എൻ്റെ യേശു ക്രിസ്തു അത് എടുത്തു പറയുക അവിടെ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ പറയട്ടെ, കാണുന്നിടത്തെല്ലാം ആരാധന ആരാധന എന്ന് പറയുന്നിടത്ത് പോയി ആരാധിച്ചത് കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, നാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ സർവശക്തൻ ആഗ്രഹിക്കുമ്പോൾ നന്മയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, വിഷയങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി, മനസ്സിനൊരു സമാധാനത്തിനു വേണ്ടി ആരാധിക്കുന്നവരെ അല്ല വചനം ആഗ്രഹിക്കുന്നത്. പിന്നെയോ അല്ല, താഴത്തെ വാക്യം ഒന്ന് വായിച്ച് 23-ാം വാക്യം. അപ്പോൾ അറിയാം, സത്യ നമസ്കാരികൾ എന്ന് പറഞ്ഞാൽ ട്രൂ വർഷിപ്പേഴ്സ് എന്നർത്ഥം കേട്ടോ. അതാ ആ മലയാളത്തിൻ്റെ ആ വാക്കിൽ തമിഴോട് ചേർത്തുള്ള സത്യ നമസ്കാരികൾ എന്ന് പറഞ്ഞാൽ ട്രൂ വർഷിപ്പേഴ്സ്. ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്ന ജനം പിതാവിനെ ആത്മാവിലും സത്യത്തിലും ഹല്ലേലൂയ അങ്ങനെ ആരാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട് സ്വർഗത്തിൽ. ഹല്ലേലൂയ. എന്നാൽ അത് പറയുന്ന അതിൻ്റെ നിഴലായിട്ട് ഇപ്പോൾ അത് ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു കൂട്ടം ജനം, ഹല്ലേലൂയ, ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം, സത്യത്തിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എന്താ ഈ സത്യത്തിൽ ആരാധിക്കുന്ന ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ സത്യത്തിലും അപ്പം നമ്മളെല്ലാം കള്ളത്തരം പറയുന്നവരാണോ? അല്ല, സത്യം മാത്രം പറയുന്നവരുണ്ടല്ലോ. അപ്പോൾ സത്യം പറഞ്ഞ് ദൈവത്തെ അങ്ങ് ആരാധിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് സ്പഷ്ടമായിട്ട് അവിടെ ഒരു എക്സ്പ്ലനേഷൻ തന്നു. ഈ ആത്മാവ് വേണം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ. ആ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ് ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയുടെ സ്ഥലം. ഇല്ല എങ്കിൽ ആ ശമരട്ടനായ സ്ത്രീ പറഞ്ഞതുപോലെ ഞങ്ങൾ പാരമ്പര്യം മുതലേ ആരാധിച്ചു വരുന്ന ഒരു മലയുണ്ട്. ഇന്ന് ക്രിസ്തയേശു പറയുന്നു അതല്ല, ഹല്ലേലൂയ, നിങ്ങൾ അറിയാത്ത ഒരു ആരാധനയൊന്നുണ്ട്. ഹല്ലേലൂയ, ക്രിസ്തയേശുവിന് ശേഷം ആത്മാവിലും ഹല്ലേലൂയ സത്യത്തിലും ആരാധിക്കുന്ന ഒരു ആരാധന ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗാഡ്. എന്താ ഈ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? വചനം സത്യമാണ്. വചനപ്രകാരമുള്ള ആരാധന, അതാണ് സത്യത്തിലെ ആരാധന എന്ന് പറയുന്നത്. ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്.
ആത്മാവ് നമ്മെ നടത്തും ആരാധനയ്ക്ക് വേണ്ടി, ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ. ഹല്ലേലൂയ. ആത്മാവ് നമ്മളെ നടത്തും. പക്ഷേ വാട്ട് ഈസ് ദ ട്രൂത്ത്? ദ ട്രൂത്ത് മീൻസ് വാട്ട് ബൈബിൾ ഈസ് ക്ലിയർലി സെയിങ്. അതും പ്രകാരമുള്ള ആരാധന, വചനപ്രകാരം സത്യമനുസരിച്ച് സത്യമായ രീതിയിലുള്ള ആരാധന, സ്വന്തം ഇഷ്ടത്തിനുള്ള ആരാധനയല്ല, സ്വന്തം കംഫോർട്ടിന് വേണ്ടി ഉള്ള ആരാധനയല്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ഓർപ്പിക്കാറുണ്ടല്ലോ, ആവശ്യങ്ങൾ സാധിക്കാൻ ഭൂമിയിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്, ആരാധനാ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. നമുക്കറിയാവുന്ന ധാരാളം അമ്പലങ്ങൾ, ടെമ്പിൾസ്, മുസ്ലിം സ്ഥലങ്ങൾ, അങ്ങനെ പേരുകേട്ട ധാരാളം ഹോളി പ്ലേസ്, ഹോളി ലാൻഡ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് there are millions of people visiting and head down. അവർ പോയി ആരാധിക്കുന്നില്ലേ? അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇന്ന് പോയാൽ നാളെ പോകുമോ? അവർ പോയിട്ട് 10 പേരോട് പറയില്ലേ അവിടെ പോകരുത്, ആ ദേവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ ഇന്ന ഹോളി ലാൻഡിൽ പോവരുത്, അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, നേർച്ചകൾ നേരരുത്, നടക്കത്തില്ല, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്, അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം പിന്നെ എല്ലാ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാ? ഓരോ വർഷവും ഡബിളും ത്രിബിളുമായിട്ട് ജനത്തിൻ്റെ ഒഴുക്ക് കൂടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ക്രിസ്തയേശു നമ്മോട് പറയുന്നത്, ആ ആരാധനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ നന്മ മാത്രം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആരാധന മതി. അതല്ല, നിനക്ക് നിത്യജീവൻ ആവശ്യമാണെങ്കിൽ, ഹല്ലേലൂയ, നീ ദൈവത്തെ സത്യത്തിലും ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ആരാധനയിലും പരിശുദ്ധാത്മാവിലും നീ ആരാധിക്കണം. അതിനാണ് നമ്മൾ ഈ വേർപെട്ട് ആരാധിക്കുന്നവരെന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രത്യേകമായ ഒരു അനുഭവത്തോടും വിശ്വാസത്തോടും വചനത്തിൽ വിശ്വസിച്ചവർ. സ്തോത്രം. വ്യക്തിയിൽ വിശ്വസിക്കുന്നവരുണ്ടല്ലേ, സഭയിൽ വിശ്വസിക്കുന്നവരുണ്ട്, ശക്തിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. Am I right? വ്യക്തിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടാ ഇന്നും പല ആൾ ദൈവങ്ങളും ഭൂമിയിലുള്ളത്. ആ വ്യക്തിയിൽ, ആ സ്വാമിയിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ, അല്ലെങ്കിൽ ആ പാസ്റ്ററിൽ, അല്ലെങ്കിൽ so and so personal there is some kind of power, so therefore I am going there. ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയി എൻ്റെ നേർച്ചകൾ കഴിക്കുന്നത് എന്ന് പറയാം. ചില പ്രത്യേക ഗ്രൂപ്പുകൾ, ചില പ്രത്യേക സമുദായങ്ങൾ, അപ്പോൾ പ്രത്യേക ശക്തി, വ്യക്തി, ആരാധനാലയങ്ങൾ, ആരാധനാ സ്ഥലങ്ങൾ എന്ന് പേര് പറയുന്ന പല പുണ്യ സ്ഥലങ്ങൾ, അവിടെയെല്ലാം ശക്തിയുണ്ടാവും. പക്ഷേ ആത്മാവുള്ളവൻ തിരിച്ചറിയും ആ ശക്തി ഏതാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ വരുന്ന ശക്തി ഏതാണെന്ന്. മനസ്സിലായോ? അതിനാണ് വേർപെട്ട ആരാധന ആവശ്യമാണെന്ന് പറയുന്നത്. ഒരു വേർപെട്ട ആരാധനയുടെ ആവശ്യമെന്ന് പറയുന്നത് ഇതാര് പറഞ്ഞാന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ദിസ് ഈസ് വാട്ട് മൈ ഫാദർ വാണ്ടഡ്. എൻ്റെ പിതാവിന് ആഗ്രഹമുള്ള, എൻ്റെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ആത്മാവിലും വചനപ്രകാരമുള്ള ആരാധനയുമാണ്. പ്രൈസ് ഗാഡ്. ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിതം ഒരിക്കലും ക്രിസ്തയേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകുവാൻ ഇട വരുത്താതിരിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ട്രൂ വർഷിപ്പേഴ്സ് ആകുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായി ആരാധിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവുണ്ടായിരിക്കണം, അവർക്ക് ആത്മാവ് പ്രാപിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവർ വചനപ്രകാരമുള്ള വ്യവസ്ഥ, അതാണ് സത്യാരാധന എന്ന് പറയുന്നത്. സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്, വചനം എന്തു പറയുന്നു അതായിരിക്കണം ആരാധന. അല്ലാതെ ഒരു വ്യക്തി പറയുന്നത് കേട്ടുകൊണ്ട് ആ വ്യക്തിയുടെ ഹല്ലേലൂയ ആഗ്രഹമോ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ മനസ്സിലിരിക്കുന്നതോ കേട്ടിട്ട് അതും പ്രകാരം ആരാധിച്ചാൽ, ഹല്ലേലൂയ, സമരിയക്കാരിയായ ആ സ്ത്രീയോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പോലെ, മക്കളെ, ആ ആരാധന നീ അറിയാത്ത ഒരാരാധനയാണ്, പക്ഷെ നീ കണ്ടിട്ടില്ലാത്ത ഒരാരാധന വേറെയുണ്ടോ?
ഇന്ന് പകൽക്കാലം ചില ഹൃദയ കണ്ണുകൾ തുറക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ഹല്ലേലൂയ. നമുക്ക് യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കാം. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 30 വേർഡ്സ് 20 and 21. കർത്താവ് നിനക്ക്, എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും, ഒന്ന് കഷ്ടത്തിൻ്റെ അപ്പം ഒരു ദൈവവേദന ലഭിക്കും കേട്ടോ. ഇത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കഷ്ടത്തിൻ്റെ അപ്പം ചിലപ്പോൾ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ വന്നേക്കാം. ഞെരുക്കത്തിൻ്റെ വെള്ളം നീ ആഗ്രഹിക്കുന്നത് പോലെ കോരി കുടിച്ച് തൃപ്തിപ്പെടാൻ ഒക്കാത്തതുപോലെയുള്ള അനുഭവം ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെ ഇവിടെ പറയുന്നു, നിന്റെ ഉടയവൻ ഇത് കണ്ടുകൊണ്ട് മറഞ്ഞു നിൽക്കുന്ന ദൈവമല്ല. നിന്റെ ഉടയവൻ ഇത് കണ്ടുകൊണ്ട് മറഞ്ഞു നിൽക്കുന്നതല്ല. ഇതിന്റെ ഉടയവൻ കാണുന്നുണ്ട്. നീ ഹല്ലേലൂയ കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും നാളുകളായി കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിന്റെ സിസ്റ്റാവ് കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, അതിന് മാറ്റം വരുത്തുവാൻ സർവശക്തന് കഴിയും. പ്രൈസ് ഗാഡ്. പക്ഷേ അവിടെ ആ വാക്യം എൻ്റെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നീ ഈ കഷ്ടതയിലിരുന്നാലും നിന്റെ കണ്ണ് ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകരുതോ. യുവർ ഹോപ്പ് ഷുഡ് ബി ഫോക്കസ് ഓൺ ഹിം. നിന്റെ പ്രത്യാശ ദൈവത്തോടായിരിക്കണം. പ്രൈസ് ഗാഡ്. കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, വാട്ട് എ ലൈഫ് എന്ന് പറഞ്ഞ് റിവോക്ക് ചെയ്യുവാനല്ല, ഹല്ലേലൂയ സ്തോത്രം, മടങ്ങിപ്പോകാനുള്ളതല്ല. ജീവിതം മടുത്തു പോയിട്ട് എനിക്കിനി എന്തിനായി ജീവിതം എന്ന് ചിന്തിക്കാനുള്ളതല്ല. ഇവിടെ കർത്താവിൻ്റെ വചനം യെശയ്യാവിൽ കൂടെ പറയുന്നത്, നിന്റെ കണ്ണ് നീ ശാശ്വതവാനായ, നിനക്ക് വ്യത്യാസം തരുന്ന, ഹല്ലേലൂയ പാറയിൽ നിന്ന് തേൻ കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നിനക്കുണ്ട്. അതൊരു നാൾ നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് നിന്റെ ദൃഷ്ടി അവന്മേലായിരിക്കണം. പ്രയാസങ്ങൾ വരുമ്പോൾ ദൃഷ്ടി മാറിപ്പോകരുത് എന്നർത്ഥം. ഇതെന്താ കർത്താവേ, എനിക്ക് മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രമേ ഉള്ളല്ലോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരില്ലേ? അവരോട് പറയാനൊരു വാക്കുണ്ട്, നിന്റെ കണ്ണ് പ്രത്യാശയുടെ ദിവസങ്ങളെ നോക്കിയിരിക്കട്ടെ. നിനക്കൊരു വ്യത്യാസം ദൈവം തരും. ദൈവത്തിന് ചിലപ്പം നാളുകളെടുത്തുനിന്ന് വരും. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ടെന്നും നിൻ്റെ കണ്ണ് കർത്താവിലാണെന്നും ഒരറിവ് രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ, അടുത്ത വാക്യം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അടുത്ത വാക്യം 22-ാം വാക്യം. ഹല്ലേലൂയ. 21. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു. പ്രൈസ് ഗാഡ്. അപ്പൊ ഏതാ ഇപ്പോഴത്തെ സാഹചര്യം? കഷ്ടത്തിൻ്റെ അപ്പം, ഞെരുക്കത്തിൻ്റെ വെള്ളം. ഇപ്പൊ ജീവിതം ഇതാ. 20-ാം വാക്യം അതാ പറയുന്നത്, കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും. ഇത് എത്ര നാൾ ഞാൻ ഇത് കുടിക്കും, എങ്ങനെ ഞാൻ സഹിക്കും? എന്നാൽ 21-ാം വാക്യം ഇവിടെ പറയുന്നത്, നീ എപ്പോഴാണെന്നറിയാമോ? 21-ന്റെ ലാസ്റ്റിൽ പറഞ്ഞു, എൻ്റെ കണ്ണ് എൻ്റെ കർത്താവായ ദൈവത്തെ, യേശുവിനെ ഞാൻ ഹല്ലേലൂയ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. നീ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ സംസാരിക്കുവാൻ നിന്റെ വായെ തുറക്ക, സംശയിക്കാതെ കൽപ്പിക്കുവാൻ ഇടയാക. ഹല്ലേലൂയ. അപ്പോൾ കിട്ടുന്ന ഉത്തരമാണ് കർത്താവ്. ഹല്ലേലൂയ. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറയിൽ നിന്ന് കേൾക്കും. കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ദൈവ ശബ്ദം ജീവിതത്തിൽ കേൾക്കണമെങ്കിൽ എൻ്റെ പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ദൃഷ്ടി ക്രിസ്തുവിലായിരിക്കണം. നീ ഞെരുക്കം വരുമ്പോൾ, ഞെരുക്കത്തിൻ്റെ ഹല്ലേലൂയ
ഹല്ലേലൂയ, വെള്ളം കുടിക്കുമ്പോൾ, കഷ്ടത്തിന്റെ അപ്പം കഴിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ ഞെരുങ്ങി പോകരുത്. ആ സമയത്തും നിനക്ക് വേണ്ടി കരുതുന്ന ഒരുവനിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്ത. ഇവിടെ പറയുന്നു, നീ അറിയാത്ത ഒരു ശബ്ദം, നീ കണ്ടിട്ടില്ലാത്ത ഒരു ശബ്ദം, ഹല്ലേലൂയ, നീ കേട്ടിട്ടില്ലാത്ത ഒന്ന് നിനക്ക് വേണ്ടി ഇപ്പറയിൽ നിന്ന്, ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇതാകുന്നു വഴി, ഇടത്തോട്ട് പോകണോ തിരിച്ച വലത്തോട്ട് പോകണോ എന്ന് പറഞ്ഞ് the God is able to guide you in your life. Praise God, hallelujah. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ഒത്തിരി ദിവസങ്ങൾ സന്തോഷിക്കണം. ദുഷ്ടൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിന്റെ പേഴ്സണൽ ലൈഫിലെ സന്തോഷം എടുത്തു കളയണം. അത് ആരിൽ കൂടെയൊക്കെ ആകാം, അതൊരു വിഷയം ഒരു പേഴ്സണൽ അറ്റാക്ക് ആകാം, അതല്ല ഒരു സമൂഹത്തിൽ നിന്നാകാം. പക്ഷേ നാം ഇവിടെ കേട്ടതുപോലെ നിന്റെ കണ്ണ് നിന്റെ സൃഷ്ടാവിലായിരിക്കണം. എനിക്ക് വേണ്ടി കരുതുന്നവൻ, എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുന്നവൻ, പാറയിൽ നിന്ന് തേൻ പൊഴിയുന്നവൻ, ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ നിത്യജീവനെ ഒരുക്കുന്നവൻ, ഹല്ലേലൂയ. ആ ഒരു വലിയ വിശ്വാസം ജീവിതത്തിൽ വേണം കേട്ടോ. ആരാധന ആത്മാവിലും വചനപ്രകാരമുള്ള ആരാധനയായിരിക്കണമെങ്കിലേ നിത്യജീവനുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, മില്യൺസ് ഓഫ് മില്യൺ, ട്രില്യൺസ് ഓഫ് ട്രില്യൺ, ഹല്ലേലൂയ, കോടി കോടി ജനങ്ങൾ ഇതിനു മുമ്പ് മരിച്ചു കഴിഞ്ഞു ലോകത്തിൽ. അവരെല്ലാം സത്യാരാധനയിലോ വചനപ്രകാരമുള്ള ബേസ്ഡ് ഓൺ ബിബ്ലിക്കൽ ബേസ്ഡ് വർഷിപ്പ് അല്ലായിരുന്നു. സ്തോത്രം. അങ്ങനെയുള്ളവരെ നാം ഫോക്കസ് ചെയ്തിട്ട് പറയുകയാണ്, ഐ വിൽ ഫോളോ ദം. എങ്ങനെയുണ്ട്? ഐ വിൽ ഫോളോ ദം നോ മാറ്റർ വാട്ട്. ഞാൻ അവർ ചെയ്തതേ ചെയ്യത്തുള്ളൂ, അവരുടെ വിശ്വാസം എനിക്ക് മതി. ചിലർ പറയാറുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ പോകുന്ന സ്വർഗമുണ്ടെങ്കിൽ എനിക്ക് ആ സ്വർഗം മതി, അല്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ട പാസ്റ്റർ എന്ന് എന്നോട് പറഞ്ഞ പലരെ എനിക്കറിയാം. ഞങ്ങളുടെ പള്ളിയിൽ ഇത്രയും ജനമുണ്ട്, ഇവരെല്ലാം നരകത്തിൽ പോകാന്നേ ഞാനും പോകാൻ തയ്യാറാ എന്ന് പറഞ്ഞവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരോട് സങ്കടവും സഹതാപവും പ്രാർത്ഥനയും അല്ലാതെ നമുക്കൊന്നും പറയാനില്ല. ദൈവത്തിന് മഹത്വം. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് സുവിശേഷം പറയണ്ട, ആത്മാവിൽ ആരാധിച്ചിട്ടില്ലാത്ത, ക്രിസ്തുവിൻ്റെ വചനം എന്താണെന്ന് വ്യക്തമായി അറിയാത്ത ആരാധന ഉൾക്കൊണ്ട് നാമധേയമായ നേർച്ചകളും കാഴ്ചകളും കഴിച്ച് അവരവരുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ആകുന്ന രീതിയിൽ, സന്തോഷം വരുത്തുന്ന രീതിയിൽ, ഹല്ലേലൂയ, വളരെ ദൈവമില്ലാതെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ, ദൈവകൽപ്പന അനുസരിക്കാതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ രക്ഷകനായി ഏറ്റുപറയാതെ മരണമടഞ്ഞ, അല്ലെങ്കിൽ മരണമടയപ്പെട്ട, ഹല്ലേലൂയ, പൂർവികന്മാർ പോയിരിക്കുന്ന സ്ഥലത്താണ് എനിക്ക് പോകാൻ ആഗ്രഹമെന്ന് പറഞ്ഞാൽ നാം അങ്ങനെയുള്ളവരെ ഓർത്ത് ദുഃഖിക്കുകയല്ലാതെ എന്താ ചെയ്യുക? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ സത്യവചനം പറഞ്ഞു കൊടുക്കുവാൻ. നോ മാറ്റർ വാട്ട് ദേ ആർ ബിലീവ് ഓർ നോട്ട്, അവർ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. പക്ഷേ ഞാനും നീയും ഹല്ലേലൂയ ഈ രക്ഷയുടെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ, ഇത് മറ്റുള്ളവരോട് പറയുവാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇവിടെ ചില സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ട് മുട്ടയും പാലും ബ്രെഡും പച്ചക്കറിയും കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 2-3 പ്രാവശ്യം ക്യൂ നിന്ന് പോയി വാങ്ങിച്ചവരെയും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഗവൺമെൻറ് കൊടുക്കുന്ന, ഇവിടുത്തെ ഹല്ലേലൂയ സിറ്റി കൊടുക്കുന്നതാണ്, സിറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാരിറ്റി ഓർഗനൈസേഷൻ കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട്, ഇത് വാങ്ങിക്കുന്ന ആൾ അവരുടെ നല്ല സ്നേഹിതരോട് പറയും, അച്ഛാ ഇതാണ്ട് ഇന്ന റോഡിൽ ഇന്ന കടയുടെ അടുത്ത് ഫ്രീ ആയിട്ട് രാവിലെ 9 മണി മുതൽ ഒരു പാലും, 1 ക്യാൻ പാലും, കുറേ വെജിറ്റബിളും ഫ്രൂട്ട്സും ബ്രെഡും ഒക്കെ കൊടുക്കുന്നുണ്ട്, മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങളും പോയി വാങ്ങിക്കാൻ പറ. എന്താണെന്നറിയാമോ? ഛേദമില്ലാത്ത ഉപകാരം. ഛേദമില്ലാത്ത ഉപകാരം. എനിക്ക് കിട്ടി, പിന്നെ നിങ്ങളൂടെ പോയി വാങ്ങിക്കേ. സ്തോത്രം. പോയി വാങ്ങിക്കുന്നവരുണ്ട്, വേണ്ട എനിക്ക് ആവശ്യത്തിന് വീട്ടിലുണ്ട്, ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ എന്ന് പറയുന്നവരുമുണ്ട്. സുവിശേഷത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇത് തന്നെയാണ്. ഒരു നിത്യജീവനെക്കുറിച്ച്, സത്യ ആരാധനയെക്കുറിച്ച്
ആത്മാവിലുള്ള ആരാധനയെക്കുറിച്ച് ഒരു അറിവ് നിനക്ക് ലഭിച്ചുവെങ്കിൽ നീ അത് മറ്റുള്ളവരോട് പറയാതിരിക്കുന്നത് പാവമല്ലേ? പിന്നെ അവരെ നാം എങ്ങനെയാണ് സ്നേഹിക്കുക? അവർക്ക് ഇഷ്ടപ്പെട്ടു പോലും അംഗീകരിച്ചില്ല പോലും അത് ദൈവം അവരുമായിട്ട് തീർക്കട്ടെ. പക്ഷെ നമ്മുടെ പണി പറഞ്ഞു തീർക്കണം. വചനം പറയുന്നത് നീ പറഞ്ഞിട്ട് അവർ അംഗീകരിക്കത്തില്ലെങ്കിൽ നിന്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ പൊടിയും കൂടി അവിടെ ഇട്ടിട്ട് യു ജസ്റ്റ് ഗെറ്റ് ഔട്ട്. നീ പുറത്തു പോ. അനുസരിക്കുകയോ വേണോ വേണ്ടായോ എന്നുള്ള കാര്യം, വിശ്വസിക്കുകയോ വേണോ വേണ്ടായോ എന്നുള്ള കാര്യം ദൈവം അവരോട് ചോദിച്ചോളും. പറയുന്നത് ആ പൊടി അവർക്ക് സാക്ഷ്യം പറയുമെന്നല്ലേ? ആരും എന്നോട് ദൈവമൊന്നും പറഞ്ഞിട്ടില്ല, ഈ സത്യം എന്നോട് പറഞ്ഞിട്ടില്ല, കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടും ജനിക്കണം എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ആരെങ്കിലും നമ്മോട് പറഞ്ഞ് നമ്മൾ എങ്ങനെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ആ വാക്ക് മതി അതിന് സാക്ഷ്യമായി നിൽക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ കർത്താവ് അനുവദിച്ചാൽ വരുന്ന ആഴ്ച ബൈബിളിലുള്ള ചില ക്യാരക്ടേഴ്സിനെ, ഹല്ലേലൂയ, കർത്താവിനെ ആത്മാവിലും വചനപ്രകാരവും ആരാധിച്ച ചില വ്യക്തികളെ കൂടെ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ വരുന്ന ആഴ്ചകളിലുള്ള സമയം അതിനുവേണ്ടി ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശമരിയക്കാരി സ്ത്രീ ചോദിച്ചതുപോലെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. ആഴമുള്ള കിണർ നിനക്ക് കോരുവാൻ ദൈവമക്കളെ നാം പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ക്രിസ്തേശുവിൻ്റെ പ്രവർത്തനം കേട്ടോ. നമ്മൾ നോക്കുന്നത് നീ പറയല്ലാതെ നിനക്കെന്തിയെ, കയറെന്തിയെ, തൊട്ടി എന്തിയെ, ഒന്നുമില്ല. നോ ബക്കറ്റ് വിത്ത് യു. ഹൗ യു ക്യാൻ ടേക്ക് ദാറ്റ്? നീ പറയുന്നു ഞാൻ ജീവൻ്റെ ജലം നിനക്ക് തരും, അത് കുടിക്കാൻ ഒരു നാൾ നിനക്ക് ദാഹിക്കത്തില്ലെന്നൊക്കെ പറയുന്നു. പക്ഷെ ഹൗ ക്യാൻ ബി? കാരണം നിന്നെ നോക്കുമ്പോൾ നിനക്ക് ഒന്നുമില്ല. യു ആർ നോട്ട് എ പ്രിപ്പയർഡ് പേഴ്സൺ ടു ഹെൽപ്പ് മീ. പക്ഷേ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, ഹല്ലേലൂയ, ദൈവത്തെ നോക്കിയല്ല അളക്കേണ്ടത്, രുചിച്ചറിവീൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. ടേസ്റ്റ് ആൻഡ് സീ ഗോഡ് ഈസ് ഗുഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.